കർത്താവിൻ്റെ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവസ്നേഹത്താൽ ആകർഷിക്കപ്പെട്ട് കൂടി വന്നിരിക്കുന്ന ദൈവമക്കൾക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. എബ്രായ ലേഖനം 11-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയും: വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരന്യദേശത്ത് എന്നതുപോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൻ്റെ ജീവിതത്തിലെ കാര്യമാണ് നാം വായിച്ചു കേട്ടത്. നാം ഓരോരുത്തരും ശാന്തമായി ചിന്തിക്കുക. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും മടിയിൽ ഞങ്ങളെ പാർപ്പിക്കണമേ എന്ന് ദിവസവും പ്രാർത്ഥിക്കുന്നവരാണ് നാം ഓരോരുത്തരും. എന്നാൽ അബ്രഹാം, ഇസഹാക്കും യാക്കോബും വസിക്കുന്ന പർദീസയിൽ നാം എത്തുമോ? അവരുടെ വിശ്വാസം നാം അനുകരിക്കുന്നുണ്ടോ? അവർ ആ സ്വർഗസ്ഥലത്ത് എത്തിയത് എന്തുകൊണ്ടാണ്? അവിടെ എന്തെങ്കിലും നന്മ കൊണ്ടാണോ? പ്രിയപ്പെട്ടവരെ, അബ്രഹാം കൽദൈവപട്ടണമായ ഊരിൽ താമസിച്ചവനാണ്. പിതാവായ തേറഹ വിഗ്രഹാരാധിയായിരുന്നു. അബ്രഹാം ഒരു പടി കൂടി കടന്ന് വിഗ്രഹങ്ങളെ വാർത്തുണ്ടാക്കി വിൽക്കുന്നവനായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ വിഗ്രഹാരാധിയായി ജീവിച്ച അബ്രഹാം, അനേകരെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞവനായ അബ്രഹാം വിഗ്രഹാരാധിയായി ജീവിക്കുമ്പോൾ, ദൈവത്തെ അറിയാതെ ജീവിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ വിളിച്ചു. ദൈവത്തിൻ്റെ സ്തോത്രം. അതിനു മുമ്പ് ദൈവത്തിൻ്റെ വിളി അബ്രഹാം കേട്ടിട്ടില്ല. ദൈവമായ യാതൊരു ബന്ധവും അബ്രഹാമിനില്ല. എന്നാൽ ഉൽപ്പത്തി 12-ന്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്: ദൈവം അബ്രഹാമിനോട്, നീ നിൻ്റെ സ്വദേശത്തെയും പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാണ്ടിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുക എന്ന് അരുളപ്പാട് കൊടുത്തു. നല്ല ആദായമുള്ള ബിസിനസ് ചെയ്യുന്ന, ഭാര്യയോടും കുടുംബത്തോടും എല്ലാം കൂടെ ഒന്നിച്ച് ജീവിക്കുന്ന, സ്വദേശത്ത് പാർക്കുന്ന സമ്പന്നനായ അബ്രഹാം, നല്ല ആദായമുള്ള ബിസിനസ് ചെയ്യുന്ന അബ്രഹാമിന് ഒരു കാര്യം പിടികിട്ടി: എന്നെ വിളിക്കുന്നത് ദൈവമാണ്. അതാണ് വിശ്വാസം. സകല സാഹചര്യങ്ങളെയും വിട്ടുകൊണ്ട്, താനായിരിക്കുന്നതായ എല്ലാ സാഹചര്യങ്ങളെയും വിട്ടുകൊണ്ട്, പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളത് ലാഞ്ഞം കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് അബ്രഹാം ഓടി. അതാണ് വിശ്വാസം. ആ വിശ്വാസികളുടെ പിതാവായ അബ്രഹാം ഇരിക്കുന്ന സ്വർഗത്തിൽ ഞാൻ എത്തുമോ? ആ പർദീസയിൽ ഞാൻ എത്തുമോ? സഹോദരി സഹോദരങ്ങളെ, നമുക്ക് ശാന്തമായി ചിന്തിക്കാം. ദൈവം നമുക്ക് തന്ന ഈ അവസരം നമുക്ക് ശാന്തമായി ചിന്തിക്കാം. വിശ്വാസത്താൽ അബ്രഹാം വാഗ്ദത്ത ദേശത്ത്, എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 15-ാമത്തെ വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. അവിടെ: നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും. ദൈവത്തിൻ്റെ സ്തോത്രം. നിങ്ങൾ കേട്ടോ? ദൈവത്തിൻ്റെ വിളി കേട്ട് ഇറങ്ങിപ്പുറപ്പെട്ട അബ്രഹാമിനോട് ദൈവം കൊടുത്ത വാഗ്ദത്തമാണിത്. നീ ഈ കാണുന്ന ഭൂമിയെല്ലാം ഞാൻ നിനക്ക് നിന്റെ സന്തതിക്കും ശാശ്വതാവകാശമായി തരും. ആ വാഗ്ദത്തം നിലനിൽക്കുകയാണ്. ആ വാഗ്ദത്ത ദേശത്താണ് അബ്രഹാം എത്തിയിരിക്കുന്നത്. ആ വാഗ്ദത്ത ദേശത്ത് നിനക്ക് നിന്റെ സന്തതിക്കും ശാശ്വതാവകാശമായി ഞാൻ തരുമെന്ന് ദൈവം അരുളിച്ചതായ വാഗ്ദത്ത ദേശത്ത്, വിശ്വാസത്താൽ അബ്രഹാം വാഗ്ദത്ത ദേശത്ത് ഒരന്യദേശത്ത് എന്നതുപോലെ ചെന്നു. വേദപുസ്തകത്തിൽ വള്ളിപുള്ളി മാറാത്തതായ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നിങ്ങൾ ശ്രദ്ധിക്കുക. ദൈവം വാഗ്ദത്തം ചെയ്ത വാഗ്ദത്ത കനാലിൽ അബ്രഹാം ഒരന്യദേശത്ത് എന്നതുപോലെ ചെന്നു. എന്നാൽ ഈ ഭൂമിയിൽ വസിക്കുന്നതായ ഓരോ വിശ്വാസിയും ഓർക്കുക, ഇത് അന്യദേശവാസമാണെന്ന് എത്ര പേർക്കറിയാം? ഇത് വെറും താൽക്കാലിക വാസമാണെന്ന് എത്ര പേർക്കറിയാം? എത്ര പേരത് വാസ്തവത്തിൽ തൻ്റെ വിശ്വാസ പ്രമാണമായി കണ്ടെത്തി ജീവിതം നിയന്ത്രിക്കുന്നുണ്ട്, ക്രമീകരിക്കുന്നുണ്ട്? നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. ഒരു അന്യദേശത്ത് നിന്നതുപോലെ ചെന്ന് വാഗ്ദത്തത്തിൻ്റെ കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തു. സ്തോത്രം. പണമില്ലാത്തതുകൊണ്ടായിരിക്കുമോ? നമുക്ക് നോക്കാം. സമ്പന്നനായ അബ്രഹാം, ധാരാളം സ്വത്തുള്ള അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കിനോടും മകൻ്റെ മകനായ യാക്കോബിനോടും കൂടെ
കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. സ്തോത്രം. ദൈവം പറഞ്ഞ വാഗ്ദത്ത സ്ഥലത്ത് ജീവിക്കുന്ന എബ്രഹാം മറ്റൊരു ദേശത്തിനായി കാത്തിരിക്കുകയാണ്. ഏതാണത്? ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരം. പ്രിയപ്പെട്ടവരെ, ആ നഗരം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നതാണ്. അത് ഒരുക്കി കഴിഞ്ഞതാണ്. അതിനെയും ഒരുക്കാനുള്ളതല്ല. ഇനി നമ്മുടെ ഏതെങ്കിലും അധ്വാനം കൊണ്ടോ നമ്മുടെ നന്മ പ്രവർത്തികളുണ്ടോ ഉണ്ടാക്കാനുള്ളതല്ല. അത് ദൈവം ഉണ്ടാക്കി കഴിഞ്ഞു. ദൈവത്തിൻ്റെ സ്നേഹം, ഈ സ്നേഹം തിരിച്ചറിയുന്ന വ്യക്തി ആ സ്നേഹത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി അവൻ ഓരോ നിമിഷവും ചെലവഴിക്കും. അവൻ്റെ ലക്ഷ്യം അതായിരിക്കും. ഒരു മാറ്റവും വരികയില്ല. ആ ലക്ഷ്യം നമുക്കുണ്ടോ? അവൻ കാത്തിരുന്ന് നമ്മുടെ വായിച്ചു. ഉൽപ്പത്തി പുസ്തകം 23-ാം അധ്യായത്തിന് 4-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. ഞാൻ നിങ്ങളുടെ ഇടയിൽ പരദേശിയും വന്നു പാർക്കുന്നവനുമാകുന്നു. അബ്രഹാം അവിടെയുള്ള ആളുകൾ ഹൃത്യരോട് പറയുന്ന വാക്കുകളാണിത്. ഞാനിവിടെ പരദേശിയാണ്, ഞാൻ വന്നു പാർക്കുന്നവനാണ്. 28-ാം അധ്യായത്തിന് 4-ാമത്തെ വാക്യമോ? ദൈവം അബ്രഹാമിന് കൊടുത്തതും നീ പരദേശിയായി പാർക്കുന്നതുമായ ദേശം നീ കൈവശമാക്കേണ്ടതിന് അബ്രഹാമിൻ്റെ അനുഗ്രഹം നിനക്കും നിന്റെ സന്തതിക്കും തരികയും ചെയ്യുമാറാകട്ടെ. അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്ക് എങ്ങനെയാണ് അവിടെ പാർത്തത്? അതാണ് നിങ്ങൾ കേട്ടത്. അവനും പരദേശിയായി പാർത്തു. സ്തോത്രം. ഇനി വീണ്ടും നമുക്ക് വായിക്കാം. 37-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിക്കാം. യാക്കോബ് തൻ്റെ പിതാവ് പരദേശിയായി പാർത്ത ദേശമായ കനാൻ ദേശത്ത് വസിച്ചു. അവിടെ നാം കണ്ടു ഇസഹാക്ക് പരദേശിയായി പാർത്തു. 47-ാം അധ്യായം 9-ാം വാക്യമോ? യാക്കോബ് ഫറവോനോട് എൻ്റെ പരദേശ പ്രയാണത്തിൻ്റെ കാലം 130 സംവത്സരമായിരിക്കുന്നു. സ്തോത്രം. ദൈവവൈതലേ, അബ്രഹാം പറഞ്ഞു ഇത് പരദേശവാസം. ഇസഹാക്ക് പറഞ്ഞു ഇത് പരദേശവാസം. യാക്കോബ് മിസ്രൈമിലെത്തി ഫറവോൻ്റെ കൊട്ടാരത്തിൽ ചെന്ന ഫറവോനോട് മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു ഇത് പരദേശവാസം. വിശ്വാസികളുടെ സമൂഹമേ, ഇന്ന് എത്ര പേരുടെ നാവിൽ നിന്ന് ഈ വചനം വരും? ഇത് വെറും പരദേശവാസമാണ്. ഇവിടെ ഞാൻ ഒന്നും സമ്പാദിക്കുകയില്ല. ഇവിടെ എനിക്ക് സമ്പത്ത് വേണ്ട, പേര് വേണ്ട, പെരുമ വേണ്ട, എനിക്കൊന്നും വേണ്ട. എത്ര പേർക്ക് മനോഭാവമുണ്ട്? വളരെ ശാന്തമായി നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 119-ാം സങ്കീർത്തനം 54-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരനായ ദാവീദ് ഇപ്രകാരം പറയും: ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനമാകുന്നു. സങ്കീർത്തനക്കാരനായ ദാവീദ് പറഞ്ഞു, ഞാൻ പരദേശിയായി പാർക്കുന്ന എൻ്റെ വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എൻ്റെ പ്രമാണം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവം ഉയർത്തിയവരെല്ലാം ഇത് പരദേശവാസമെന്ന് കണ്ടു. വളരെ വ്യക്തമായി വേറെ ദിവസം പറയുന്നു, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും, തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും. ഇനി അബ്രഹാം കൂടാരങ്ങളിൽ പാർത്തു. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 2-ാമത്തെ വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. പൊന്ന് വെള്ളി ഈ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. ഉണ്ടോ? പൊന്ന് വെള്ളി ഇവയിലെല്ലാം അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. വീണ്ടും നമുക്ക് വായിക്കാം 26-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. അവൻ വർദ്ധിച്ച് വർദ്ധിച്ച് മഹാധനവാനായി തീർന്നു. ഇസഹാക്ക് മഹാധനവാനായി തീർന്നു. 30-ാം അധ്യായം 43-ാമത്തെ വാക്യം. അവൻ മഹാസമ്പന്നനായി. യാക്കോബിന്റെ കാര്യമായി പറയുന്നത്. അവന് വളരെ ആടുകളും ദാസീദാസന്മാരും ഒട്ടകങ്ങളും കഴുതകളും ഉണ്ടായിരുന്നു. യാക്കോബ് മഹാസമ്പന്നനായി. സമ്പത്തിന് കുറവൊന്നുമില്ല, പക്ഷെ പാർക്കുന്നത് കൂടാരങ്ങളിലാണ്. ഇന്നുള്ള വിശ്വാസികളുടെ സമൂഹം ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. ദൈവത്തിന് സ്തോത്രം. വീണ്ടും നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. ഉൽപ്പത്തി 12-ന്റെ 8. അവൻ അവിടെ നിന്ന് ബേഥേലിന് കിഴക്കുള്ള മലയ്ക്ക് പുറപ്പെട്ടു. ബേഥേൽ പടിഞ്ഞാറും ഹായി കിഴക്കുമായി കൂടാരമടിച്ചു. അവിടെ അവൻ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. മഹാസമ്പന്നനായ അബ്രഹാം എവിടെ പോകുന്നു അവിടെയെല്ലാം കൂടാരമടിച്ചു, അവിടെ യാഗപീഠം പണിതു, ദൈവത്തെ ആരാധിച്ചു. അതിനാണ് പ്രാധാന്യം. താൻ എവിടെ പാർക്കുന്നു എന്നുള്ളതിനല്ല പ്രാധാന്യം. താൻ എവിടെ പാർക്കുന്നു അവിടെ ദൈവത്തിന് യാഗപീഠം പണിയുന്നു, ദൈവത്തെ ആരാധിക്കുന്നു. സ്തോത്രം. ആരാധനയ്ക്ക് പ്രാധാന്യം. വിശ്വാസികളുടെ പിതാവായ അബ്രഹാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്ന് ഈ പ്രാഗൽഭ്യമുണ്ടോ? നിങ്ങൾ ശാന്തമായി ചിന്തിക്കുന്നത് നല്ലതാണ്. അബ്രഹാമിനൊരു പരീക്ഷ വന്നു. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. അവന് അബ്രഹാം സകലത്തിലും ദശാംശം കൊടുത്തു. സോദോം രാജാവ് അബ്രഹാമിനോട്, ആളുകളെ എനിക്ക് തരിക,
സമ്പത്ത് നീ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അതിന് അബ്രഹാം സോദോം രാജാവിനോട് പറഞ്ഞത്, ഞാൻ അബ്രഹാമിനെ സമ്പന്നനാക്കിയെന്ന് നീ പറയാതിരിപ്പാൻ ഞാൻ ഒരു ചരടാകട്ടെ ചെരുപ്പുവാറാകട്ടെ നിനക്കുള്ളതിൽ യാതൊന്നുമാകട്ടെ എടുക്കയില്ല എന്ന് ഞാൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നത ദൈവമായ യഹോവയെങ്കിലേക്ക് കൈ ഉയർത്തി സത്യം ചെയ്യുന്നു. നിങ്ങൾക്കറിയാം, 4 രാജാക്കന്മാർ വന്ന് 5 രാജാക്കന്മാരോട് യുദ്ധം ചെയ്ത് ഈ 5 രാജാക്കന്മാരെ ജയിച്ച് അവരുടെ രാജ്യം കൊള്ളയടിച്ച് അവർക്കെല്ലാം ഉണ്ടായിരുന്ന ഈ 5 രാജാക്കന്മാർക്കുണ്ടായിരുന്ന സർവ്വസമ്പത്തും അവിടെയുള്ള ജനത്തെ അടിമകളാക്കി അവരെ മടക്കി കൊണ്ടുപോയി. ആ കൊണ്ടുപോയ കൂട്ടത്തിൽ ലോത്തും ലോത്തിൻ്റെ ആളുകളും അവൻ്റെ സമ്പത്തും ഉണ്ടായിരുന്നു എന്ന് അബ്രഹാം അറിഞ്ഞു. അബ്രഹാം ഇവരെ പറഞ്ഞ് ഒരു രാജാവിൻ്റെയും കൂട്ടുപിടിച്ചില്ല, പുറത്തുള്ള ആരോടും പോയി പറയാൻ പോയില്ല. തൻ്റെ സ്വന്തം വീട്ടിൽ ജനിച്ച 318 അഭ്യാസികളെയും കൂട്ടിക്കൊണ്ട് അബ്രഹാം പോയി. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, അബ്രഹാം എവിടെ പോകുന്നുണ്ടോ അവിടെയെല്ലാം കർത്താവ് കാണും. സ്തോത്രം. വിശ്വാസികളുടെ പിതാവല്ലേ അബ്രഹാം. അബ്രഹാമിനോട് ദൈവം കാണും. അബ്രഹാം അവിടെ ചെന്നു. ഈ 4 രാജാക്കന്മാരും അവരെ ഈ കൊള്ളകളുമായെല്ലാം കൊണ്ടുചെന്നിരിക്കുന്ന സ്ഥാനത്ത് അബ്രഹാം ചെന്നു. അവരോട് യുദ്ധം ചെയ്തു. ആ 4 രാജ്യങ്ങളും കൊള്ളയടിച്ചു. അവിടെയുള്ളായിരുന്ന സമ്പത്ത് കൊടുത്തു. 9 രാജ്യങ്ങളിലെ സമ്പത്തും അവിടെയുള്ള ജനവും എല്ലാമായിട്ട് അബ്രഹാം മടങ്ങി വരികയാണ്. സ്തോത്രം. ശാവേ താഴ്വരയിൽ വന്നപ്പോൾ അവിടെ ഒരു പരീക്ഷ വന്നു. സോദോം രാജാവ് അബ്രഹാമിൻ്റെ അരികിലേക്ക് അങ്ങോട്ട് ചെന്നു. അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, നിനക്ക് ഇതൊക്കെ സാധിച്ചു, ഞങ്ങൾക്ക് സാധിച്ചില്ല. ഞങ്ങളുടെ 5 രാജാക്കന്മാർക്ക് സാധിച്ചില്ല, ഞങ്ങൾക്ക് സാധിക്കാനാണ് നിനക്ക് സാധിച്ചത്. ഒരു കാര്യം ചെയ്യ്, നമുക്ക് തമ്മിലൊരു ഉടമ്പടി ചെയ്യാം. സമ്പത്ത് മുഴുവൻ നീ എടുത്തോ, ജനങ്ങളെ എനിക്ക് തന്നേക്കുക. സ്തോത്രം. വലിയ ആശയമുണ്ട് അതിനകത്ത്. ഇത് ശത്രു തരുന്നൊരു പരീക്ഷയാണ്. ശത്രുവിൻ്റെ ഭയങ്കരമായൊരു പരീക്ഷയാണ് അബ്രഹാം നേരിടുന്നത്. വലിയ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്ന അബ്രഹാമിനോട് സോദോം രാജാവ് പറയുകയാണ്, സമ്പത്ത് നീ എടുത്തുകൊള്ളുക, ആളുകളെ എനിക്ക് തരിക. സ്തോത്രം. അബ്രഹാം എന്താ പറയുക? ഞാൻ ചിന്തിച്ചു നോക്കി. അന്നത്തെ കാലത്തെ 9 രാജ്യത്തെ കൊള്ള എത്ര കോടാനുകൂടികൾ കാണും. ഇന്നത്തെ തുക വെച്ച് കണക്ക് കൂട്ടിയാൽ കണക്ക് കൂട്ടാൻ പറ്റുമോ? എത്ര വലിയ പെരുത്ത സമ്പത്തായിരിക്കും അത്. ആ സമ്പത്ത് നീ എടുത്തോ എന്ന് സോദോം രാജാവ് അബ്രഹാമിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് അവനോട് പറയുമ്പോൾ, ഇന്നത്തെ വിശ്വാസി നീ ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടതാണോ? നീ അബ്രഹാമിൻ്റെ മകനാണോ? നീ അബ്രഹാമിൻ്റെ ദൈവത്തെ ഉയർത്തുന്നവനാണോ? ശാന്തമായി ചിന്തിക്കൂ. ഇല്ലെങ്കിൽ നിന്റെ കണക്ക് പറയേണ്ട നാളുകൾ വരുന്നു. അവനവൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകിലും തീയരാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടത് ദൈവത്തിന് ഏകാസന മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ 2-ാമത്തെ ലേഖനം 5-ാം അധ്യായം 10-ാം വാക്യത്തിൽ വ്യക്തമായി പറയുന്നു. നീ എന്ത് കണക്ക് കൊടുക്കും? ദൈവത്തിന് സ്തോത്രം. അബ്രഹാം കൈ ഉയർത്തി. അബ്രഹാം ജീവന ദൈവത്തിലേക്ക് കൈ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു. എന്താണ് ആ പറഞ്ഞ സമർപ്പണം? ഒരു പ്രാവശ്യം കൂടെ വായിച്ചു കേൾക്കാം. ഞാൻ അബ്രഹാമിനെ സമ്പന്നനാക്കിയെന്ന് നീ പറയാതിരിപ്പാൻ, ഞാൻ അബ്രഹാമിനെ സമ്പന്നനാക്കിയെന്ന് നീ പറയാതിരിക്കാൻ ഞാൻ ഒരു ചരടാകട്ടെ ചെരുപ്പുവാറാകട്ടെ നിനക്കുള്ളതിൽ യാതൊന്നുമാകട്ടെ എടുക്കയില്ല. ഒരു ചരടാകട്ടെ ഒരു ചെരിപ്പ് വാറാകട്ടെ നിനക്കുള്ളതിൽ നിന്ന് ഞാൻ എടുക്കുകയില്ല എന്ന് ഞാൻ ജീവനുള്ള ദൈവത്തിലേക്ക് കൈ ഉയർത്തി സത്യം ചെയ്യുന്നു. അബ്രഹാമിൻ്റെ മടിയിൽ നാം എത്തുമോ? അബ്രഹാം ഇരിക്കുന്ന പർദീസയിൽ നാം എത്തുമോ? ദൈവജനമേ, നിങ്ങൾക്ക് തിരുത്താൻ സമയമായോ? ഇതെല്ലാം തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? വളരെ വ്യക്തമല്ലേ അത്? പത്രോസ് എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ വളരെ വ്യക്തമായി അപ്പോസ്തലൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എഴുതി. 2 പത്രോസ് 3:10. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോട് ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുകയും ഭൂമിയും അതിലുള്ള പണിയും വെന്തുപോകുകയും ചെയ്യും. നിന്റെ സകലതും വെന്തുപോകും. നീ എഴുതിക്കൂട്ടി വെച്ചിരിക്കുന്നതിൻ്റെ പെട്ടിയിലെ പ്രമാണങ്ങൾ കത്തിപ്പോവും. നിന്റെ നോട്ടുകെട്ടുകൾ കത്തിപ്പോവും.
ഭൂമിയിലെ സകല പണികളും പോവും, സകല കെട്ടിടങ്ങളും പോവും, ഭൂമിക്ക് മുകളിലുള്ളതും താഴേക്കുള്ളതും പോവും. ഇത് ദൈവത്തിൻ്റെ വചനമാണെങ്കിൽ നടക്കും. നീ എന്തിനു വേണ്ടി ദൈവത്തെ കരയിപ്പിച്ചുകൊണ്ട് നീ സമ്പാദിച്ച് കൂട്ടുന്നു? നീ മേടിച്ച് കൂട്ടുന്നത് ശാപമാണെന്ന് അറിഞ്ഞുകൊള്ളുക. പ്രിയപ്പെട്ടവരെ, തിരുത്താൻ ആരെങ്കിലും ഉണ്ടോ? ദൈവത്തിന് സ്തോത്രം. വളരെ വ്യക്തമായും അബ്രഹാം പിതാവ് തൻ്റെ സാക്ഷ്യം കാണിച്ചു കൊടുത്തു. ആ സാക്ഷ്യം കേട്ട് ദൈവം സന്തോഷിക്കില്ലേ? സോദോം രാജാവിനോട് പറയുന്നതായി മറുപടി കേട്ട് ദൈവം സന്തോഷിക്കില്ലേ? പ്രിയപ്പെട്ടവർ, നമുക്ക് ദൈവത്തെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും പരിപാടിയുണ്ടോ? എബ്രായ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 34-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. വിശ്വാസികളായ പിതാക്കന്മാർ എന്താണ് ചെയ്തത്? അവർ ഈ ഭൂമിയിൽ ജീവിച്ചവരല്ലേ? അവർക്ക് ഈ ഭൂമിയിൽ വീടും സമ്പത്തും ഒക്കെ ഉണ്ടായിരുന്നവരല്ലേ? എന്നാൽ അവരുടെ സമ്പത്തുകൾ വന്ന് അന്യൻ അപഹരിച്ചു കൊണ്ടുപോകുമ്പോൾ, അവർക്കുള്ളതായ സമ്പത്ത് അന്യൻ വന്ന് അപഹരിച്ചു കൊണ്ടുപോകുമ്പോൾ എന്തായിരുന്നു അവരുടെ മനോഭാവം? നാം വായിച്ചു കേട്ടു: സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. സ്തോത്രം. ഇന്ന് എത്ര ക്രിസ്ത്യാനിയുണ്ട് വിശ്വാസി എന്ന് പറയാൻ? പ്രിയപ്പെട്ടവർ, ഞാൻ ലജ്ജയോടെയാണിത് പറയുന്നത്, വേദനയോടെയാണിത് പറയുന്നത്. ദൈവം എത്ര വേദനയോടെയായിരിക്കും എന്ന മനുഷ്യനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കർത്താവായ യേശു പരസ്യനാളിൽ പറഞ്ഞില്ലേ, മനുഷ്യപുത്രൻ രണ്ടാമത് വരുമ്പോൾ ഈ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തപ്പെടുമോ? ഈ ഭൂമിയിൽ വിശ്വാസി ഉണ്ടായിരിക്കുമോ? എന്നെ നോക്കി വിശ്വാസി എന്ന് ദൈവം പറയുമോ? എൻ്റെ പ്രവർത്തനത്തെ നോക്കിക്കൊണ്ട് ദൈവം ആശ്വസിക്കുമോ? പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് തിരുത്താനുള്ള സമയമാണിപ്പോൾ. നിങ്ങൾക്ക് വേണമെങ്കിൽ തിരുത്താം. ദൈവത്തിന് സ്തോത്രം. എനിക്കൊരു ഉത്തമ സമ്പത്ത് സ്വർഗത്തിലുണ്ട്. അത് കർത്താവ് വളരെ വ്യക്തമായി പറഞ്ഞില്ലേ പരസ്യ നാളിൽ: പുഴുവും തുരുമ്പും കെടുത്തുകയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുത്താലെയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കാതെയും ഉള്ളതായ സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവിൻ. അവിടെ നിങ്ങൾക്ക് നിക്ഷേപമുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ലൂക്കോസ് 16-ാം അധ്യായത്തിൽ കാണാം, പട്ടും ധൂമവസ്ത്രവും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ചു പോകുന്നതായൊരു ധനവാൻ. മനോഹരമായ മണിമാളികയുണ്ട്, പടിപ്പരയുണ്ട്, സുഖസമൃദ്ധിയുണ്ട്, എല്ലാമുണ്ട്. ഓരോ നേരവും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മിച്ചം വരുന്നത് പടിപ്പരയിൽ വെളിയിലേക്ക് എറിയുക. അതുപോലെ സമൃദ്ധിയുണ്ട്. പക്ഷേ ആ ധനവാന്റെ പടിപ്പരയ്ക്കൽ കിടക്കുന്ന ഒരു ലാസർ വ്രണം നിറഞ്ഞവനായി, ശരീരം മുഴുവനും വ്രണം നിറഞ്ഞ് പഴുപ്പും ചലവും എല്ലാമായി ഈച്ചയാർക്കുന്ന ലാസർ. നായ്ക്കൾ വന്ന് വ്രണം നക്കുമെന്നാണ് പറയുന്നത്. ആ പടിപ്പരയ്ക്കൽ അനേകം നായ്ക്കൾ കാണും. എന്തിനാ? ഈ പടിപ്പരയിൽ പുറത്തോട്ട് എറിയുന്നതായ എച്ചിലുകൾ തിന്നാൻ. ഈ നായ്ക്കൾ ഈ ലാസറിന് കൊടുക്കുമോ? ഈ നായയുടെ പല്ലിനിടയിൽ നിന്നും വീഴുന്നതായിരിക്കും ലാസറിന് കിട്ടുക. അറിവേണം അവന് കിട്ടാൻ. അവൻ ഈ ധനവാന്റെ മേശയിൽ നിന്നും വീഴുന്നത് തിന്ന് വിശപ്പടപ്പാൻ ആഗ്രഹിച്ചു എന്നല്ലാതെ വിശപ്പടക്കിയെന്ന് വേറെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു കാര്യം എനിക്കത് വ്യക്തമായിട്ടറിയാം: ഈ നായ്ക്കളെന്ന് വ്രണം നക്കുമ്പോൾ ഈ അരമുള്ള ഈ നായ്ക്കളുടെ ഈ നാക്കുകൊണ്ട് ഇത് ആ ചലവും ആ പഴുപ്പുമെല്ലാം നക്കിയെടുത്താൽ അടുത്ത നക്കിന് വരുന്നത് ചോരയാണ്. പിന്നെ ഈ നായ്ക്കളവൻ്റെ ചോരയാണ് നക്കി കുടിക്കുന്നത്. എന്തായിരിക്കും വേദന? പക്ഷെ ഒന്നെനിക്കറിയാം, ആ വേദന സഹിക്കുമ്പോഴും അവൻ്റെ ഉള്ളിൽ ജീവനുണ്ട്, അവൻ്റെ ഉള്ളിൽ ക്രിസ്തുവുണ്ട്. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു സമാധാനത്തോടെ അവൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ട്. അതാണ് സ്വർഗം. പടിപ്പരയായിരിക്കും, വ്രണങ്ങളായിരിക്കും, നായ്ക്കൾ നക്കുന്നുണ്ടായിരിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒരു വെല്ലുവിളിയായി സ്വീകരിക്കാൻ ആരെങ്കിലും ഉണ്ടോ? സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോടെ സഹിക്കാൻ കഴിവുള്ള എത്ര വിശ്വാസി ഇന്നിവിടെ ലോകത്തിലുണ്ട്? എത്ര പേരെ ദൈവം കാണും? ദൈവം നിനക്ക് തന്നില്ലേ പ്രിയപ്പെട്ടവരെ? തന്നെ തന്നെ സ്നേഹിക്കുന്നതല്ല സ്നേഹം, അന്യനെ സ്നേഹിക്കുന്നതാണ് സ്നേഹം. ദൈവത്തെ സ്നേഹിക്കുക, സഹോദരനെ സ്നേഹിക്കുക, കൂട്ടുകാരനെ സ്നേഹിക്കുക, ഇതല്ലേ കർത്താവ് പഠിപ്പിച്ചത്. ദൈവത്തിന് സ്തോത്രം.
മദ്വഹായിൽ കാണുന്ന, ത്രോണോസിൽ കാണുന്ന മെഴുകുതിരി, അതാരെയാ സ്നേഹിക്കുന്നത്? അതാർക്ക് വേണ്ടിയാണ് കത്തിക്കൊണ്ടിരിക്കുന്നത്? ഒരു ക്രിസ്ത്യാനിയുടെ ചിത്രമല്ലേ അത്? നിന്റെ ജീവിതമല്ലേ നീ അവിടെ കാണേണ്ടത്? ആ മെഴുകുതിരിയുടെ അവസാന കണിക പോലും കത്തിത്തീരുന്നത് ആർക്ക് വേണ്ടി? ഒരു ക്രിസ്ത്യാനിയായി, ഒരു വിശ്വാസിയായി ജീവിക്കാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അബ്രഹാമിൻ്റെ മടിയിലേക്ക്, പർദീസായിലേക്ക് ആ ലാസർ പോയി. എല്ലാം ഉണ്ടായിരുന്ന ധനികൻ മരിച്ചടക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ പാതാളത്തിൽ നരകവേദന, പാതാളത്തിലെ യാതനാ സ്ഥലത്ത് അവൻ അവിടെ കിടന്നുകൊണ്ട് കെഞ്ചുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. അബ്രഹാം പിതാവേ, ആ ലാസറിനെ എൻ്റെ അടുത്തേക്ക് ഒന്നുവിടണം. വ്രണം നിറഞ്ഞവനായി പടിപ്പുരയ്ക്ക് വെളിയിൽ കഴിഞ്ഞിരുന്ന ആ ലാസർ വിരലുകൊണ്ട് വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ ഒന്ന് തണുപ്പിക്കേണ്ടതിന് നീ ഉണ്ടാക്കി കൂട്ടിക്കോ, ശാപം ഉണ്ടാക്കി കൂട്ടിക്കോ തലമുറകൾക്ക്. ധനവാൻ പറഞ്ഞത് കേട്ടല്ലോ, ലാസറിൻ്റെ വിരൽ വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതെന്ന് അയക്കണമേ. അയച്ചില്ല അബ്രഹാം പിതാവ്, അയക്കാൻ സാധ്യമല്ല. തിരുത്താനുണ്ടെങ്കിൽ ഇന്ന് തിരുത്തിക്കോ. പ്രിയപ്പെട്ടവരെ, ദൈവം സൗജന്യമായി തന്നിരിക്കുന്ന ഈ നല്ല അവസരം പ്രയോജനപ്പെടുത്തിയാൽ നിങ്ങൾക്ക് നല്ലത്. ദൈവത്തിന് സ്തോത്രം. നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് സ്വർഗത്തിൽ. സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞില്ലേ, നല്ല ഗുരു നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് തൻ്റെ മുൻപിൽ മുട്ടുകുത്തിയ ആ പരീശ പ്രമാണിയായ, ധനികനായ, സമ്പന്നനായ ആ യുവാവിനോട് കർത്താവ് പറഞ്ഞില്ലേ, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിശ്ചയമുണ്ടാവും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. മനസ്സുള്ളവരായ ഏതെങ്കിലും വിശ്വാസി ഇവിടെ ഇരിപ്പുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഞാനൊരു വിശ്വാസി എന്ന ജീവിതം കൊണ്ട് തെളിയിക്കാൻ ആരെങ്കിലും തയ്യാറുണ്ടോ? പ്രിയപ്പെട്ടവരെ, ദൈവവിഷയമായി സമ്പന്നനാകാതെ ഈ ലോകത്തിൽ സമ്പന്നാകുന്നവൻ്റെ ഗതി ഇതാകും. കർത്താവ് പറഞ്ഞ വാക്കുകളാണ്, ഞാൻ പറഞ്ഞതല്ല. ദൈവവിഷയമായി സമ്പന്നനാകുക. ഈ ലോകത്തിൽ പരമദരിദ്രനായിക്കൊള്ളട്ടെ, സാരമില്ല, ലാസറിനെ പോലെ ആയിക്കൊള്ളട്ടെ. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഈ ഭൂമിയിൽ ധനവാനെ പോലെ ജീവിച്ചിട്ട് ഈ ഭൂമിയിലെ മരണശേഷം ആ ലാസറിനെ പോലെ കഴിയാമെന്നാരും വിചാരിക്കണ്ട. സാധിക്കില്ല. നിന്റെ സാമർഥ്യം കൊണ്ടും മിടുക്കുകൊണ്ടും കഴിവുകൊണ്ടും നിനക്ക് സാധിക്കില്ല. തീർത്തേണ്ടത് ഇപ്പോഴാണ്. നിനക്ക് സാധിപ്പിച്ചു തരാൻ കഴിയുന്നത് നിന്റെ അരികെ നിൽക്കുന്നുണ്ട്, നിന്റെ ഹൃദയവാരക്കിൽ മുട്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. മനസ്സ് തിരിയാമോ? മാനസാന്തരപ്പെടാമോ? ജീവിതം കർത്താവിന് കൊടുക്കാമോ? ഒരു വാക്യം കൂടെ നമുക്ക് വായിച്ചാലോ? എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 11-ാം അധ്യായം 16-ാം വാക്യം. അവരോ അധികം നല്ലതിന്, സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. സ്തോത്രം. നിങ്ങൾ ആ വചനം ശ്രദ്ധിച്ചോ? അവർ വിശ്വാസികൾ, അവർ അധികം നല്ലതിന്, സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു. ഈ ഭൂമിയിൽ അവർക്കുള്ളതിനെ അല്ല, അവർ അതിനേക്കാൾ അധികം നല്ലതിന്, സ്വർഗീയമായതിനു വേണ്ടി കാക്ഷിച്ചിരുന്നു. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴും അബ്രഹാം പരദേശിയായി പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുമായ നഗരത്തിനായി കാത്തിരുന്നതുപോലെ വിശ്വാസികളും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാത്തിരിക്കുന്നു. ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്, ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് എന്ന വിശ്വാസം ആർക്കെല്ലാം ഉണ്ട്. അത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ കാണാം. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളി. ദൈവം ഒരുക്കി വച്ചിരിക്കുകയാണ്. സഹോദരി സഹോദരങ്ങളെ, നിനക്കും നിന്റെ തലമുറകൾക്കും വേണ്ടി ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന മനോഹരമായ ഒരു സ്വർഗം. ആ സ്വർഗത്തിന് വേണ്ടി ആരെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്? അവിടെ എത്തുവാൻ ആരെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്? നമുക്കൊരു പുതിയ തീരുമാനമെടുക്കാം. കർത്താവേ, എല്ലാത്തിനോടും ഞാൻ യാത്ര പറയുന്നു. നിൻ്റെ പൊന്നുമുഖത്തേക്ക് ഞാനിപ്പോൾ എൻ്റെ കണ്ണുകളെ ഏകാഗ്രമാക്കുന്നു. എൻ്റെ ഹൃദയം ഞാൻ നിനക്കായി തുറക്കുന്നു. കർത്താവേ, ഈ നിർണായകമായ സമയം ഞാൻ എൻ്റെ ജീവിതം നിനക്ക് കൈമാറുകയാണ്. എന്നെയും എനിക്കുള്ളവരെയും എനിക്കുള്ളവയെ ഞാൻ നിനക്കായി കൈമാറുകയാണ്.
കർത്താവേ, അവിടുത്തെ ഉള്ളങ്കരകളിൽ ഞങ്ങളെ വഹിക്കാമോ? എന്നെ സമ്പൂർണ്ണമായി നിയന്ത്രിക്കാമോ? എന്നെ നിൻ്റെതാക്കി തീർക്കാമോ? ഒരു വിശ്വാസിയാക്കി എന്നെ തീർക്കാമോ? തിരുരക്തം കൊണ്ട് എന്നെ കഴുകാമോ? ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണമേ. വചനം സമർപ്പിച്ച ഓരോ ദൈവമക്കളെയും കൊണ്ട് അനുഗ്രഹിക്കണമേ. തിരുരക്തത്താൽ കഴുകണമേ, ശുദ്ധീകരിക്കണമേ. രണ്ടാമത്തെ വരവിനായി ഞങ്ങളെ ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ.